സ്പെയിൻ അർജന്റീന ഫൈനൽ തുല്യശക്തികളുടെ തീപാറും പോരാട്ടമാകുമെന്ന് മുൻ ഫുട്ബോൾ താരവും സംഘാടകനും കളി വിലയിരുത്തലുകാരനുമായ സൂപ്പർ സ്റ്റുഡിയോ അഷ്റഫ് ബാവ. രണ്ടുതരം കേളി ശൈലികളാണ് രണ്ട് ടീമിനും. സ്പെയിനിന്റെ ഫാസ്റ്റ് ഫുട്ബോൾ ശൈലിയും മെസ്സിയും തമ്മിലുള്ള പോരാട്ടമാകും ഞായറാഴ്ച എന്നും വിജയമാർക്ക് എന്ന് പറയാനാകില്ലെന്നും സൂപ്പർ സ്റ്റുഡിയോ അഷ്റഫ് ബാവാക്ക പറയുന്നു. ഫുട്ബോൾ ലോകകപ്പ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പല വമ്പന്മാരും വീണു, പ്രതീക്ഷിക്കാത്ത പലരും വാണു. ഏറ്റവും അവസാനം അർജന്റീനയും സ്പെയിനും തമ്മിൽ കലാശപ്പോരാട്ടം ഉറപ്പാക്കി. നമ്മോടൊപ്പം മലപ്പുറത്തെ ഫുട്ബോൾ സംഘാടകനും ഫുട്ബോൾ താരവുമായ സൂപ്പർ സ്റ്റുഡിയോ അഷ്റഫ് ബാവക്കയാണ് ചേരുന്നത്. നമ്മൾ പലരെയും പ്രതീക്ഷിച്ചു അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ, പക്ഷേ അർജന്റീന മാത്രമാണ് ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് അവസാന റൗണ്ട് വരെ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇതുവരെയുള്ള മത്സരങ്ങളെയൊക്കെ കാണുന്നത്? ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ നല്ല മത്സരങ്ങൾ, നല്ല ഗോൾ കീപ്പർമാർ, നല്ല കളികൾ തന്നെ നടന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അർജന്റീന ടീമിൻ്റെ പടയോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കോച്ച് സ്കൊളോണിൻ്റെ തന്ത്രങ്ങളാണ് വിജയത്തിലേക്ക് കലാശിക്കുന്നത്. കാരണം ഇറങ്ങുമ്പോഴുള്ള കളിയല്ല തോറ്റുവെക്കുമ്പോൾ കളിക്കുന്നത്, തോറ്റുവെക്കുമ്പോൾ കളിക്കുന്ന കളിയല്ല ജയിച്ചിരിക്കുമ്പോൾ കളിക്കുന്നത്. അവസാനം ഗോളടിക്കാനുള്ള കളി വേറെയും കളിക്കുന്നുണ്ട്. ഇന്നലെ അവസാനത്തിൽ ബോളുകൾ യഥേഷ്ടം ആ ചെറിയ ഡീൻ്റെ മേൽക്ക് ചിപ്പ് ചെയ്തിരുന്ന തന്ത്രമാണ് പയറ്റിയത്. അതിനാണ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത്. എന്തായാലും മെസ്സിൻ്റെ ഒരു ടച്ച് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അയാളുടെ കാലിൽ നിന്നും പൊട്ടിവിടരുന്ന മുന്നേറ്റങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അയാൾ അർജന്റീന കളിച്ച എല്ലാ കളിയിലും കാണാനുള്ളത്, ഇനി ഫൈനലിലും കാണാനുള്ളത് അത് തന്നെയാണ്. പക്ഷേ സ്പെയിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൂടാ. സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ ഗെയിമാണ്. കൂട്ടം കൂടി ആക്രമിക്കാനും കൂട്ടം കൂടി പ്രതിരോധിക്കാനും മിടുക്കരാണ്. അതിൽ ഇന്നാൾ വലിയവനും ഇന്നാൾ ചെറിയവനൊന്നുമില്ല, എല്ലാവരും സമന്മാരാണ്. അത് മാത്രമല്ല ബോള് പെട്ടെന്ന് കൈമാറി കളിക്കുന്ന രീതിയാണ്, ടിക്കി ടാക്കർ ഒരു മെത്തേഡാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ കളി ഫൈനൽ അതൊരു സംഭവമായിരിക്കും. രണ്ട് ചാമ്പ്യന്മാരാണ് ഏറ്റുമുട്ടുന്നത്. അതൊരു തീപാറുന്ന പോരാട്ടം തന്നെ ആയിരിക്കും. ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ സാധ്യതയില്ല. തുല്യശക്തികൾ മെസ്സിൻ്റെ പ്രസൻസ് അർജന്റീനക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ മറ്റവരുടെ മുൻതൂക്കം ഫാസ്റ്റ് ഫുട്ബോളിൻ്റെ ടീം വർക്കാണ്. അല്ല, യമാലുണ്ട്, യമാലിനെ നമ്മൾ കൊച്ചാക്കി കണ്ടുകൂടാ. പക്ഷെ മെസ്സി യമാൽ എന്ന് പറഞ്ഞതിലേറെ നല്ലത് ഈ മെത്തേഡുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതാണ് ഇതുണ്ട്. യമാൽ ഈ വേൾഡ് കപ്പ് കണ്ട് ഏറ്റവും നല്ല കളിക്കാരിൽപ്പെട്ട ഒരാളാണ്. അയാൾ മെസ്സി ടച്ചിലൊരു കളിക്കാരനാണ്. ഈ വേൾഡ് കപ്പിൻ്റെ അവസാനത്തെ മത്സരങ്ങൾ കാണുമ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് അവസാനത്തെ ഒരു 15 മിനിറ്റാണ് അവർ ഏറ്റവും അഗ്രസീവായിട്ട്. അതുവരെയൊക്കെ എങ്ങനെ ഡിഫെൻസീവ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈജിപ്തിനെതിരായുള്ള കളിയായിക്കോട്ടെ, അതൊക്കെ ഈ സ്പെയിനെതിരെയും അതേ ഒരു തന്ത്രം കൊണ്ട് മുന്നേറാൻ കഴിയുമോ? അല്ല, സ്പെയിന് തന്ത്രം എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാനായ ഒരു കോച്ച്, അയാളുടെ പ്ലാനിങ്, ഫസ്റ്റ് പ്ലാൻ, സെക്കൻഡ് പ്ലാൻ, തേർഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ്ങുകൾ അത് യഥേഷ്ടം നടപ്പാക്കാൻ കെൽപ്പുള്ള ഒരുപാട് കളിക്കാർ. അതാണ് ആ ടീമിൻ്റെ ഒരു വലിയ വിജയം, അതാണ് മുൻതൂക്കം. ഓക്കെ, ഈ അർജന്റീന ടിക്കിടാക്കയിൽ ഏറെ മുമ്പിലുള്ള ടീമായിരുന്നല്ലോ, അവരുടെ ശൈലി മാറിയത്. അർജന്റീനയുടെ ടിക്കിടാക്ക ശൈലി ഇപ്പോൾ അത്ര കാണുന്നില്ല. അതിപ്പോൾ കാണുന്നത് സ്പെയിനിലാണ്. അർജന്റീനയുടെ കളി എന്താ പറയുക, കർവ് കിക്കുകളും ത്രൂ പാസുകളും ലോങ് ഷോട്ടുകളും ഇതൊക്കെയാണ് അർജന്റീനയുടെ ഇപ്പോഴത്തെ കളി. ആ ടിക്കിടാക്ക സ്റ്റൈലിലുള്ള കളി വളരെ അപൂർവം, റയറാണ്, ഇല്ല എന്ന് തന്നെ പറയാം. രണ്ട് കേളി ശൈലികളുടെ മത്സരം കൂടിയായിരിക്കും. രണ്ട് കേളി ശൈലിയുടെ മത്സരം, രണ്ട് ചാമ്പ്യന്മാരുടെ മത്സരം, രണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരുള്ള ആ മത്സരം, അങ്ങനെ എന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു അടിപൊളി ഫൈനലാവും. രണ്ടുപേരും അല്ലേ? വേൾഡ് കപ്പിന് രണ്ടുപേരും അർഹരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞാണ് ഞാൻ ബ്രസീലിലാണ്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് മെസ്സിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ വേൾഡ് കപ്പ് റൊണാൾഡോക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഒന്നും നടന്നില്ല, ഫുള്ള് ഫ്ലോപ്പായി. പക്ഷേ ഇനി അർജന്റീനയോ സ്പെയിനോ മനസ്സിലാരാ എന്നാലും ഒരു തൂക്കത്തിൽ
ഒരു തൂക്കത്തിൽ മെസ്സി ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും തുല്യ ശക്തിയുടെ പോരാട്ടമായിരിക്കും. ഒരു പടി മുൻതൂക്കം അർജന്റീനക്ക് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മെസ്സിൻ്റെ സാന്നിധ്യം. തീർച്ചയായും അത് തന്നെയാണ് ഒരു വിദഗ്ധനായ കളി വിലയിരുത്തലിൻ്റെ ഒബ്സർവേഷൻ കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത്. തുല്യശക്തികളുടെ പോരാട്ടം, രണ്ട് തരത്തിലുള്ള കേളി ശൈലികളുടെ പോരാട്ടം, ഇതിനൊക്കെ ഒപ്പം മെസ്സി എന്ന മിശിഹായുടെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോകകപ്പ് ഫൈനൽ തീ പാറുന്നതാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.